അസ്സലാമു അലൈക്കും. ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖല്ലേ? നമ്മുടെ ബുർദയുടെ 7ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് പറയുന്നു, ഇന്നിത്തഹംതു നസീഹ ശൈബി ഫീ അദലി വശൈബു അബ്അദു ഫീ ഇന്നനിത്തുഹമി. ഇന്നിത്തഹംതു, തീർച്ചയായും ഞാൻ തെറ്റിദ്ധരിച്ചു, നസീഹ ഷൈബി, നരയുടെ ഉപദേശത്തിന്, ഈ അദലി, ആക്ഷേപത്തിന്റെ വിഷയത്തിൽ. ആളുകൾ ആക്ഷേപിക്കുന്ന കാര്യത്തെക്കുറിച്ച് നര എന്നോട് ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നു. ആ ഉപദേശം ഞാൻ തെറ്റിദ്ധരിച്ചു. യഥാർത്ഥത്തിൽ വശൈബു, നര, വശൈബു, നര, അബ്അദു, അത് വളരെ വിദൂരമാണ്, ഫീ നുസ്ഇൻ, ഉപദേശത്തിന്റെ വിഷയത്തിൽ, അനിത്തുഹമി, ആക്ഷേപത്തിനെ തൊട്ട് വളരെ വിദൂരമാണ്. എന്ന് പറഞ്ഞാൽ നരയുടെ ഉപദേശത്തിനെ സംബന്ധിച്ച് നമുക്കൊന്നും തെറ്റിദ്ധരിക്കാനില്ല. സാധാരണ മറ്റേത് ഉപദേശിക്കുന്ന ആളുകളാണെങ്കിലും അവർക്ക് എന്തെങ്കിലും അസൂയയുണ്ടാകുന്നത് കൊണ്ടാണ് അവരിങ്ങനെ ഉപദേശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നത് എന്ന് ചിന്തിക്കാം. എന്നാൽ മനുഷ്യന്റെ ശരീരത്തിൽ വാദിച്ച നര അങ്ങനെയല്ല. വാർദ്ധക്യത്തെക്കുറിച്ചും മരണത്തിനെ കുറിച്ചും നമുക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു ഉപദേശകനാണ് നര എന്ന് പറയുന്നത്. പിന്നെ ചോരത്തിളപ്പിന്റെ കാലഘട്ടം കഴിഞ്ഞു എന്നും വീണ്ടും വിചാരത്തിന്റെ സമയമായിരിക്കുന്നു എന്നും മരണാനന്തര ജീവിതത്തിലേക്ക് വല്ലതും സമ്പാദിക്കാൻ അരയും തരയും മുറുക്കി ഒരുങ്ങണമെന്നുമുള്ള ഉപദേശമാണ് നര നമ്മളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, മഹ്ശറാ ലോകത്ത് അള്ളാഹു മനുഷ്യനെ ചോദ്യം ചെയ്യുമ്പോൾ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ. ഒരു ചിന്തിക്കുന്നവനിക്ക് ചിന്തിക്കാൻ മാത്രം നിങ്ങൾക്ക് ആയുസ് നാം ദുനിയാവിൽ തന്നിട്ടില്ലായിരുന്നു. വജാഅകുമുൻ നദീർ, മുന്നറിയിപ്പുകാരൻ നിങ്ങൾക്ക് വന്നിട്ടില്ലായിരുന്നു. ആ മുന്നറിയിപ്പുകാരൻ, മരണത്തിനെ കുറിച്ചുള്ള മുന്നറിയിപ്പുകാരൻ നരയാണ് എന്ന് മഹാന്മാരായ മുഫസ്സിരീകൾ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും.